നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പാർലമെന്റ് കെട്ടിട സമുച്ചയത്തിന്റെ പൂർണ്ണ സുരക്ഷ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്, അതായത് CISFന് കൈമാറാൻ സർക്കാർ തീരുമാനമായിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റ് കെട്ടിട സമുച്ചയത്തിന്റെ സർവേക്ക് നിർദ്ദേശം നൽകിയതായും ഇതോടെ CISFന്റെ അഗ്നിശമന വിഭാഗത്തിന്റെയും വിന്യാസം സ്ഥിരമാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിലവിൽ ന്യൂക്ലിയർ എയ്റോസ്പേസ് ഡൊമൈനുകളിലെ ഇൻസ്റ്റാളേഷൻ, സിവിൽ എയർപോർട്ടുകൾ, ഡൽഹി മെട്രോ കൂടാതെ ഡൽഹിയിലെ പല കേന്ദ്ര സർക്കാർ മന്ത്രാലയ കെട്ടിടങ്ങൾക്കുമാണ് ഈ കേന്ദ്ര സായുധ പോലീസ് സേന സുരക്ഷയൊരുക്കുന്നത്. കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങൾക്ക് കാവൽ നിൽക്കുന്ന CISFന്റെ സർക്കാർ ബിൽഡിംഗ് സെക്യൂരിറ്റി യൂണിറ്റിൽ നിന്നുള്ള വിദഗ്ധരും അതുപോലെ സേനയുടെ ഫയർ കോംബാറ്റ് ആൻഡ് റെസ്പോൺസ് ഓഫീസർമാരും നിലവിലെ പാർലമെന്റ് സുരക്ഷാ ടീമിലെ ഉദ്യോഗസ്ഥരും ഈ ആഴ്ച അവസാനത്തോടെ സർവേ നടത്തും. പുതിയതും പഴയതുമായ പാർലമെന്റ് സമുച്ചയവും അതുപോലെ അനുബന്ധ കെട്ടിടങ്ങളും CISFന്റെ സമഗ്ര സുരക്ഷാ കവറിന് കീഴിൽ കൊണ്ടുവരും. ഇതിന് പാർലമെന്റിന്റെ സെക്യൂരിറ്റി സർവീസ്, ഡൽഹി പോലീസ്, CRPFന്റെ പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് എന്നിവരുടെ സഹകരണവും ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നാലെ CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സമിതി പാർലമെന്റ് സമുച്ചയത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ പരിശോധിക്കുകയാണ്. ഇത് മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശകൾ നൽകുന്നത്. 2001 ഡിസംബർ 13 പാർലമെന്റ് ഭീകരാക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് വലിയൊരു സുരക്ഷാ വീഴ്ചയായിരുന്നു ലോക്സഭയിൽ ഉണ്ടായത്. ശൂന്യവേളയിലാണ് 2 പേർ ഗാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിലേക്ക് ചാടി പ്രതിഷേധിച്ചത്. അവരുടെ കൈകളിൽ മഞ്ഞ പുക പുറപ്പെടുവിച്ച് മുദ്രാവാക്യം വിളിച്ച ഇവരെ MP-മാരും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് പിടികൂടിയത്. ലക്നൌ സ്വദേശിയായ സാഗർ ശർമ്മ, മൈസൂർ സ്വദേശിനി മനോരഞ്ജൻ D എന്നിവരാണ് ആക്രമണം നടത്തിയത്. പാർലമെന്റ് വളപ്പിന് പുറത്തും 2 പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചിരുന്നു. നീലം, അമോൽ ഷിൻഡെ എന്നിവരായിരുന്നു അന്ന് സ്മോക്ക് ഗ്യാസ് ഉപയോഗിച്ച് അവിടെ പ്രതിഷേധിച്ചത്. ഉടൻ തന്നെ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവർക്ക് മൈസൂരുവിലെ BJP MP പ്രതാപ് സിംഹയുടെ ശുപാർശ പ്രകാരമാണ് പാസുകൾ ലഭിച്ചതെന്ന വിവരവും പുറത്തു വരുന്നുണ്ടായിരുന്നത്. സാഗർ ശർമ്മയുടെ പിതാവ് തന്റെ മണ്ഡലമായ മൈസൂരിലാണ് താമസിക്കുന്നതെന്നും പുതിയ പാർലമെന്റ് മന്ദിരം സന്ദർശിക്കാൻ പാസ് ആവശ്യപ്പെട്ടിരുന്നതായി സിംഹ പറഞ്ഞിരുന്നു. ലോക്സഭ സുരക്ഷാ ലംഘന കേസിൽ ഇതുവരെ 6 പ്രതികളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സാഗർ ശർമ്മ, മനോരഞ്ജൻ D, അമോൽ ഷിൻഡെ, നീലം ദേവി, വിശാൽ, ലളിത് സാ, മഹേഷ് കുമാവത്ത് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. മുഖ്യ ആസൂത്രകൻ ലളിത് സാ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. കേസിലെ മുഴുവൻ പ്രതികൾക്കെതിരെയും UAPA വകുപ്പുകൾ പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. കാരണം ഇത്രയേറെ സുരക്ഷാ സംവിധാനം നൽകേണ്ട സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചത്. ഇപ്പോൾ ഈ പ്രതികൾക്കെതിരെ തീവ്രവാദ പ്രവർത്തനത്തിനുള്ള ശിക്ഷ, ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷ, ക്രിമിനൽ ഗൂഢാലോചന, അതിക്രമിച്ചു കടക്കൽ, കലാപമുണ്ടാക്കൽ, ഉദ്ദേശിച്ചുള്ള പ്രകോപനം, പൊതുപ്രവർത്തകരെ തടസ്സപ്പെടുത്തൽ, പൊതുപ്രവർത്തനങ്ങളുടെ നിർവഹണത്തിൽ ഒരു പൊതുസേവകനെ അവന്റെ കടമ നിർവഹിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുള്ള ആക്രമണമോ ക്രിമിനൽ ബലപ്രയോഗമോ ചെയ്യൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പുതിയൊരു മാറ്റം വരുന്നതിലോടുകൂടി പാർലമെന്റ് സുരക്ഷയുടെ കാര്യത്തിൽ അല്പം കൂടെ കടുപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.